പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. എന്നെ ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന ലോകമെമ്പാടുമുള്ള മാതാപിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, സെൽഫ് കോൺഫിഡൻസിൽ 16ാമത്തെ ക്ലാസ്സിൽ ഓണസ്റ്റിയെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കാനായിട്ട് പോകുന്നത്. ഓണസ്റ്റിയും ആത്മവിശ്വാസവും തമ്മിൽ എങ്ങനെ പൊരുത്തപ്പെട്ടിരിക്കുന്നു, സത്യസന്ധത കുറഞ്ഞാൽ അത് ആത്മവിശ്വാസം കുറയുന്നതിന് കാരണമായിട്ട് തീരുമോ എന്ന് ഒന്ന് ചിന്തിക്കുവാൻ വേണ്ടിയായിട്ടാണ് നമ്മൾ ഇന്നത്തെ ഈ സെഷൻ ഉപയോഗിക്കുന്നത്. സത്യസന്ധത കുറഞ്ഞാൽ അത് ആത്മവിശ്വാസത്തെ കെടുത്തിക്കളയുമോ? തീർച്ചയായിട്ടും ഒരു പരിധി വരെ നമ്മുടെ ആത്മവിശ്വാസത്തെ അത് കെടുത്തിക്കളയുന്നത് തന്നെയാണ്. ഇപ്പം സത്യസന്ധനായിട്ടുള്ളൊരു അധ്യാപകൻ കുട്ടികളോട് ചോദിക്കുന്നു, നോട്ട്സ് എഴുതാറുണ്ടോ? അവർ പറയുന്നു നോട്ട്സ് എഴുതാറുണ്ട്. സത്യസന്ധനായിട്ടുള്ള അധ്യാപകൻ തുടർന്ന് ചിന്തിക്കുകയാണ്, കുട്ടികൾ നോട്ട്സ് എഴുതുന്നുണ്ട് എന്നുള്ളത്. അധ്യാപകന് ക്ലാസ് ടെസ്റ്റും മന്ത്ലി ടെസ്റ്റും അതുപോലെ മീറ്റിങ്ങുകളെ കൊണ്ട് അധ്യാപകൻ ഒരു പക്ഷേ നോട്ട്സ് നോക്കുവാനായിട്ട് സമയം കിട്ടാറില്ല. എന്നാൽ ഒരു സുപ്രഭാതത്തിൽ അധ്യാപകൻ സമയം കണ്ടെത്തി എക്സ്ട്രാ ക്ലാസ് എടുത്ത് കുട്ടികളുടെ നോട്ട്സ് എഴുതിയിട്ടുണ്ടോ എന്ന് നോക്കുമ്പോഴാണ് മിക്ക കുട്ടികളും നോട്ട്സ് എഴുതിയിട്ടില്ല എന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. ഇത് കുട്ടികളിലെ സത്യസന്ധത, അധ്യാപകന്റെ സത്യസന്ധതയെ പരിശോധിച്ചതാണ്. അപ്പൊ കുട്ടികളായിട്ടുള്ള അവർ എന്നും നോട്ട്സ് എഴുതി എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അവരുടെ സത്യസന്ധത ഇല്ലായ്മ, ഡിസോണസ്റ്റി അവർക്കൊരു ഓണസ്റ്റി ആയിട്ട് മാറിത്തീരും. ഇതാണ് യഥാർത്ഥത്തിൽ സംഭവിക്കുക. നമ്മളെല്ലാവരും ജനിക്കുന്നത് സത്യസന്ധരായിട്ടാണ്. നമ്മളെല്ലാവരും ദൈവത്തിൻ്റെ മക്കളല്ലേ. നമ്മളെ മാതാപിതാക്കൾ വളർത്തുന്നതും സത്യസന്ധരായിട്ടാണ്. പക്ഷെ ജീവിതത്തിൻ്റെ ഏതെങ്കിലും അവസ്ഥയിലൊക്കെ വെച്ച് സത്യസന്ധത നഷ്ടപ്പെട്ടു പോകാറുണ്ട്. അപ്പം കഴിഞ്ഞ ദിവസം ഒരു യുവാവ് എൻ്റെ അരികത്ത് വന്നു. അദ്ദേഹത്തിൻ്റെ അമ്മ മരിച്ചിട്ട് 2 മാസമായി. അദ്ദേഹം വളരെ വിഷമത്തിലാണ്. കാരണം അദ്ദേഹത്തിന് കളങ്കമായിട്ട് ഒന്നുമില്ല, എന്നാൽ കാര്യമായിട്ട് ഉയർച്ചയുമില്ല. നല്ലൊരു വീടുണ്ട്, വീടിൻ്റെ മുകൾ ഭാഗം വാടകയ്ക്ക് കൊടുത്തിരിക്കുന്നു, അതുകൊണ്ട് നല്ലൊരു വാടക കിട്ടും, അതുകൊണ്ട് അദ്ദേഹം ജീവിച്ചു പോവുകയാണ്. ജോലിയൊന്നുമില്ല, അമ്മ സുഖമില്ലാത്തതായതുകൊണ്ട് അമ്മയെ നോക്കി നടന്നു. വിവാഹം കഴിച്ചിട്ടില്ല, മദ്യപാനമില്ല, മയക്കുമരുന്നില്ല, മറ്റു തെറ്റുകുറ്റങ്ങളൊന്നുമില്ല. പക്ഷേ അദ്ദേഹത്തിന് എന്തുണ്ട് അഭിമാനിക്കാനായിട്ട്? സത്യസന്ധമായിട്ടുള്ള ഒരു ജീവിതമുണ്ട്. വളരെ അഭിമാനം തോന്നി എനിക്ക്. കാരണം നമ്മുടെ ജീവിതത്തിലും അനുദിന ജീവിതത്തിലൊക്കെ ഏതെങ്കിലും വിധത്തിലൊക്കെ ഒരുപക്ഷെ ഏതെങ്കിലും ഒരു നിമിഷത്തിൽ സത്യസന്ധത നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ശരിക്കും ഒരു വിശുദ്ധനായിട്ടുള്ള മനുഷ്യൻ എന്ന് എനിക്ക് പറയുവാനായിട്ട് സാധിക്കും. ഞാനൊരു CBSE സ്കൂളിലെ അധ്യാപകനായിരുന്നു. എൻ്റെ ജീവിതത്തിലും ഒരു കുട്ടി സ്ഥിരമായിട്ട് നോട്ട്സ് എഴുതിയിട്ടുണ്ട് എന്ന് പറയുകയും മറ്റു കുട്ടികൾ ഈ കുട്ടിയെ ആത്മാർത്ഥമായിട്ട് സപ്പോർട്ട് ചെയ്യുകയും, കാരണം എല്ലാവരും വിചാരിക്കുന്നത് അത്രയ്ക്ക് നല്ല കുട്ടി സത്യസന്ധതയോടെയാണെന്ന് മറുപടി പറയുന്നതെന്നാണ് എല്ലാവരും വിചാരിച്ചത്. പക്ഷേ ഒരു സുപ്രഭാതത്തിലെ കുട്ടികളെല്ലാവരും മനസ്സിലാക്കുകയാണ്, പ്രസ്തുത കുട്ടി നോട്ട്സ് എഴുതാറുണ്ടായിരുന്നില്ല. എല്ലാവരുടെയും സത്യസന്ധതയെ ഇത് ചോദ്യം ചെയ്യുന്ന ഒന്നാണ്. അപ്പം അതുകൊണ്ട് ഇപ്പം നമുക്ക് കുടുംബ തലങ്ങളിലാകട്ടെ, വിവാഹ തലങ്ങളിലാകട്ടെ, അല്ലെങ്കിൽ വ്യക്തിബന്ധങ്ങളിലാകട്ടെ, ലവ് അഫെയേഴ്സിലാകട്ടെ, സമൂഹ ജീവിതത്തിലാകട്ടെ, ജോലി സ്ഥലങ്ങളിലാകട്ടെ, എൻവയൺമെൻറ്റ് സാഹചര്യം മൊത്തത്തിൽ നമുക്ക് പറയാവുന്നൊരു വാക്കാണ്. എൻവയൺമെൻറ്റിലാകട്ടെ, നമ്മൾ സത്യസന്ധത നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അത് നമ്മളെ ബാധിക്കുമെന്ന് ചോദിച്ചാൽ ഒരുപാട് നമ്മൾക്ക് അത് ആത്മസംഘർഷം ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. കാരണം തെറ്റ് ചെയ്യുന്നത് നമ്മൾ നമ്മുടെ ആത്മാവിനോടാണ്, നമ്മുടെ സത്യസന്ധമായിട്ടുള്ള ജീവിതത്തോടാണ്. ഒരുപക്ഷെ നമ്മൾ കാലക്രമം കൊണ്ട് നമ്മുടെ സത്യസന്ധത ഇല്ലായ്മ തന്നെ നമുക്ക് സത്യസന്ധതയായിട്ട് തോന്നാം. നമ്മുടെ എൻവയൺമെൻറ്റ്, നമ്മുടെ കുടുംബം, നമ്മുടെ മക്കൾ, നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ പിതാക്കന്മാർ, നമ്മുടെ ഭർത്താക്കന്മാർ, നമ്മുടെ ഭാര്യമാരെല്ലാവരും നമ്മളെ ഒരുപക്ഷെ വിശ്വസിച്ചേക്കാം സത്യസന്ധമാണെന്ന്. പക്ഷേ നമ്മുടെ ഉള്ളിൽ നമുക്ക് അത് നമ്മുടെ ആത്മവിശ്വാസത്തെ കെടുത്തിക്കളയുന്ന ഒന്ന് തന്നെയാണ്. അപ്പോൾ നമ്മൾ യഥാർത്ഥത്തിൽ സത്യസന്ധരായിരുന്നു എല്ലാവരും.
ജനിക്കുന്ന എല്ലാവരും സത്യസന്ധരായിട്ടാണ്. നമ്മൾ ജീവിച്ച് തുടങ്ങുന്നതും സത്യസന്ധരായിട്ടാണ്. ഏതെങ്കിലും തലങ്ങളിൽ വെച്ച് നമ്മളിൽ ആർക്കെങ്കിലും, എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ആർക്കെങ്കിലും സത്യസന്ധത നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ, അത് നമ്മുടെ ആത്മവിശ്വാസത്തെ കെടുത്തി കളയുന്നുണ്ടെങ്കിൽ, അത് നമ്മുടെ ആത്മവിശ്വാസത്തെ വളർത്തുവാനായിട്ട് സാധിക്കുന്നില്ലെങ്കിൽ, തീർച്ചയായിട്ടും ഇത് എങ്ങനെ സംഭവിച്ചു? നമുക്ക് 3 കാര്യങ്ങൾ എപ്പോഴും വേണം. ആഗ്രഹം വേണം, പ്രാർത്ഥന വേണം, പരിശ്രമം വേണം. പിന്നെ റിയലിസ്റ്റിക് ആയിട്ട് നമ്മൾ യാഥാർത്ഥ്യത്തിൽ അതൊന്ന് ചിന്തിച്ചു നോക്കണം. ഇപ്പം എന്നെ ഈ ഭാഗത്ത് നിർത്തി ഞാൻ തന്നെ എന്നെ തന്നെ ഒന്ന് ജഡ്ജ് ചെയ്യണം. വെദർ ഐ ആം ഓണസ്റ്റ് ഓർ ഡിസോണസ്റ്റ്. ഇഫ് ഐ ആം ഓണസ്റ്റ്, ഹൗ മച്ച് ഇറ്റ് ഈസ്, എത്രത്തോളം സത്യസന്ധനാണ് ഞാൻ. ഇഫ് ഐ ആം ഡിസോണസ്റ്റ്, സത്യസന്ധനല്ലെങ്കിൽ അത് എത്രത്തോളമാണ്. ഇത് നമ്മൾ മനസ്സിലാക്കിയിട്ട് ഇത് എൻ്റെ ആത്മവിശ്വാസം സെൽഫ് കോൺഫിഡൻസ് വളർത്തുന്നതിന് സഹായകമാകുന്നില്ലെങ്കിൽ, തടസ്സമാകുന്നുണ്ടെങ്കിൽ അതെത്രത്തോളമാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കണം. ഓണസ്റ്റി ഈസ് ദ ബെസ്റ്റ് പോളിസി. ഏറ്റവും നല്ല നയം സത്യസന്ധതയാണ്. ഇപ്പം ചിലവരൊക്കെ ഉണ്ടല്ലോ, സത്യസന്ധത കൈവിടാതെ ജീവിതം മുഴുവനും ജീവിക്കുന്നവരുണ്ട്. ചിലപ്പോൾ വലിയ നേട്ടങ്ങളൊന്നും ഉണ്ടാവില്ല, പക്ഷേ ആത്മാർത്ഥമായിട്ട് അവൻ ചിന്തിക്കുമ്പോൾ ഞാൻ സത്യസന്ധനായിട്ടാണ് അച്ഛാ എൻ്റെ ജീവിതം മുഴുവൻ ജീവിച്ചേക്കണേന്ന് ചിലരൊക്കെ നെഞ്ചിൽ തൊട്ട് പറയും. കണ്ട, സത്യസന്ധമായിട്ടാണ് ഞാൻ ജീവിച്ചേക്കണേ. അത് അവനറിയാതെ അല്ലെങ്കിൽ അവൾ അറിയാതെ പോകുന്നത് നെഞ്ചിലേക്കാണ്, ഹൃദയത്തിലേക്കാണ്. ഹൃദയം തൊട്ടാണ് അവർ പറയുന്നത്. നമുക്കും അനുദിന ജീവിതത്തിൽ അങ്ങനെ പറയുവാനായിട്ട് സാധിക്കണം. കാരണം നമ്മൾ മറ്റുള്ളവരുടെ മുമ്പിൽ കാണുന്നതല്ല, മറിച്ച് എൻ്റെ ആത്മവിശ്വാസത്തെ വളർത്തുന്നതിന് എനിക്ക് തടസ്സമായിട്ട് സത്യസന്ധത എന്നുള്ള ആ വലിയ പുണ്യം, ആ വലിയ മൂല്യം, ആ വലിയ തത്വം, ആ വലിയ നയം എനിക്കില്ലെങ്കിൽ അതെനിക്ക് വളർത്തിക്കൊണ്ടുവരുവാനായിട്ട് സാധിക്കണം. അല്ലെങ്കിൽ നമ്മളറിയാതെ തന്നെ നമ്മുടെ സമൂഹത്തെ, നമ്മുടെ കുടുംബത്തെ, നമ്മുടെ വ്യക്തിബന്ധങ്ങളെ, നമ്മുടെ കുടുംബ ജീവിതത്തെ, ഇപ്പം മാതാപിതാക്കളാണെങ്കിൽ മാതാപിതാക്കളും തമ്മിലുള്ള ബന്ധത്തെ, മക്കളാണെങ്കിൽ മക്കൾ തമ്മിലുള്ള ബന്ധത്തെ, ഇനി കുടുംബത്തിലാണെങ്കിൽ മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള ബന്ധത്തെ, ഇനി സുഹൃത്ത് ബന്ധങ്ങളിലാണെങ്കിൽ, ഇപ്പം എല്ലാ തലങ്ങളിലും നമുക്കറിയാം സത്യസന്ധത ഏതെങ്കിലും മേഖലകളിലൊക്കെ കുറഞ്ഞു പോകുന്നതായിട്ട് നമുക്ക് കണ്ടിട്ടുണ്ട്. പണം ഉണ്ടാക്കുന്ന കാര്യത്തിലാകട്ടെ, ജീവിത സൗകര്യങ്ങൾ ഉണ്ടാക്കുന്ന കാര്യങ്ങളാകട്ടെ, ജോലി സ്ഥലങ്ങളിലാകട്ടെ, ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങളിലാകട്ടെ, ഏതെങ്കിലും തരത്തിൽ ഞാനെന്ന വ്യക്തി, ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരും സ്വയം ചോദിക്കണം, ഞാൻ സത്യസന്ധമായിട്ടാണ് ജീവിക്കുന്നത്? ഈ സത്യസന്ധമായിട്ട് ഞാൻ ജീവിക്കാത്തത് മൂലം എൻ്റെ ആത്മവിശ്വാസം എനിക്ക് കുറഞ്ഞു പോകുന്നുണ്ടോ? അത് എൻ്റെ ജീവിതത്തെ ബാധിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ആത്മവിശ്വാസം, നമ്മുടെ സെൽഫ് കോൺഫിഡൻസ് നമുക്കില്ലെങ്കിൽ മുന്നോട്ട് പോകുക എന്നുള്ളത് ദുഷ്കരമാണ്. അതിന് എൻ്റെ സെൽഫ് കോൺഫിഡൻസ് വളർത്തുന്നതിന് എൻ്റെ ഓണസ്റ്റി, എത്രത്തോളം സത്യസന്ധമായിട്ട് എനിക്ക് മുന്നോട്ട് പോകാൻ സാധിക്കാറുണ്ട്. ഇനി ഏതെങ്കിലും മേഖലകളിൽ നീ സത്യസന്ധമായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കുന്നില്ലെങ്കിൽ, ഹൗ ക്യാൻ ഇറ്റ് ഐ സർവൈവ്, ഇതിനെ ഞാൻ എങ്ങനെ സർവൈവ് ചെയ്യും? ഇതിനെ അതിജീവിക്കാനായിട്ട് എനിക്ക് സാധിക്കും. നമുക്ക് സാധിക്കും. എപ്പോഴും നമ്മൾ പറഞ്ഞു തുടങ്ങിയതാണ് ഐ ക്യാൻ ആൻഡ് ഐ വിൽ ഡു ഇറ്റ്. എനിക്ക് സാധിക്കും, ഞാനത് ചെയ്തിരിക്കും. ഈ ഒരു വലിയ വിശ്വാസം ഉണ്ടാകാനായിട്ട്, അങ്ങനെ നമ്മുടെ സെൽഫ് കോൺഫിഡൻസിനെ അനുദിനം വരുവാനായിട്ട്, വലിയ വലിയ മേഖലകളിലേക്ക് എത്തിച്ചേരുവാനായിട്ട്, ഓണസ്റ്റി എന്ന വലിയ പുണ്യത്തെ, ആ പോളിസിയെ നമുക്ക് ജീവിതം തന്നെയാക്കി മാറ്റാൻ സർവീസിൽ നിങ്ങൾ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സർവശക്തനായ ദൈവം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.